ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ പ്രജകളോട് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും മനോഹരമായ വൈരമോതിരങ്ങളിലൊന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ കാലശേഷം പിൻഗാമികൾക്ക് നൽകാനായി മികച്ച ഒരു സന്ദേശം ആ മോതിരത്തിൽ ഒളിപ്പിച്ചു വെക്കണം. പോരാട്ടത്തിൻ്റെയും നിരാശയുടെയും സമയത്ത് ഉപകാരപ്പെടുന്നതായിരിക്കണം ആ സന്ദേശം. മോതിരത്തിൻ്റെ വജ്രത്തിനടിയിൽ സൂക്ഷിക്കാവുന്ന തരത്തിൽ ഹ്രസ്വമായിരിക്കുകയും വേണം അത്. ബുദ്ധിശാലികളും വളരെ വേഗത്തിൽ ചിന്തിക്കാൻ കഴിയുന്നവരുമായിരുന്നു രാജസദസ്സിലെ എല്ലാവരും. അവർക്കെല്ലാം വലിയ ലേഖനങ്ങൾ എഴുതുവാൻ കഴിവുണ്ടായിരുന്നു. എന്നാൽ നിരാശയുടെ സമയത്ത് സഹായകരമാകുന്ന തരത്തിലുള്ള 2-3 വാക്കുകളിൽ ഒതുങ്ങുന്ന ഹ്രസ്വ സന്ദേശം എഴുതാൻ ആർക്കും കഴിഞ്ഞില്ല. എല്ലാവരും ചിന്തിച്ചു നോക്കിയെങ്കിലും ആവശ്യമായതു മാത്രം ലഭിച്ചില്ല. രാജാവിന് നിരാശ തോന്നി. അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് പോയി. അവിടെ പ്രായം ചെന്ന ഒരു പരിചാരകൻ ഉണ്ടായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ അമ്മ മരിച്ചതിനു ശേഷം രാജാവിനെ വളർത്തി വലുതാക്കിയത് വിശ്വസ്തനായ ആ പരിചാരകനാണ്. അതുകൊണ്ട് തന്നെ ആ പരിചാരകനോട് വളരെയേറെ ബഹുമാനം രാജാവ് പുലർത്തിയിരുന്നു. നിലവിലെ പ്രശ്നവും രാജാവ് പരിചാരകനോട് പറഞ്ഞു. വയസ്സായ അയാൾ പറഞ്ഞു, മറ്റുള്ളവരെ പോലെ ജ്ഞാനിയോ പണ്ഡിതനോ വിദ്യാസമ്പന്നനോ അല്ല ഞാൻ. പക്ഷേ എനിക്കൊരു സന്ദേശത്തെക്കുറിച്ച് അറിയാം. എൻ്റെ ജീവിതത്തിനിടയിൽ കൊട്ടാരത്തിൽ വെച്ച് ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട്. ഒരിക്കലൊരു പണ്ഡിതനെ കണ്ടു. താങ്കളുടെ പിതാവ് ക്ഷണിച്ചു വന്നതായിരുന്നു അദ്ദേഹം. അന്ന് എനിക്ക് അദ്ദേഹം ഒരു സന്ദേശം നൽകിയിരുന്നു. വയസ്സായ പരിചാരകൻ ഒരു കടലാസ് കഷണത്തിൽ ഒരു സന്ദേശം എഴുതി രാജാവിന് നൽകി. പക്ഷേ ഇത് വായിക്കരുത്. ഇത് മോതിരത്തിനുള്ളിൽ സൂക്ഷിക്കുക. മറ്റൊരു വഴിയും മുന്നിലില്ലാത്തപ്പോൾ മാത്രമേ തുറന്നു നോക്കാവൂ. പെട്ടെന്നൊരു ദിവസം അയൽ രാജ്യം ആക്രമിക്കാൻ എത്തുകയും രാജാവ് യുദ്ധം തോൽക്കുമെന്ന സ്ഥിതി വരികയും ചെയ്തു. രാജാവ് കുതിരപ്പുറത്തേറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ശത്രുക്കൾ പിന്നാലെയുണ്ട്. അദ്ദേഹം ഒറ്റയ്ക്കും ശത്രുക്കളുടെ എണ്ണം ഏറെയുമായിരുന്നു. അദ്ദേഹത്തിന് മുന്നിൽ ഒരു ചെങ്കുത്തായ മലയായിരുന്നു. മടങ്ങാനും കഴിയാത്ത സ്ഥിതിയായിരുന്നു. മോതിരത്തിനകത്തുള്ള സന്ദേശത്തെക്കുറിച്ച് അപ്പോൾ രാജാവ് ഓർത്തു. ആ കടലാസ് കഷണം നിവർത്തി അദ്ദേഹം സന്ദേശം വായിച്ചു. ഇതും കടന്നു പോകും. സന്ദേശം വായിച്ച ഉടനെ ഒരു വലിയ ശാന്തതയും ശക്തിയും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഒരു ധൈര്യം വളർന്നു വരുന്നതായി തോന്നി. ശത്രുക്കൾക്ക് കാട്ടിൽ വഴിതെറ്റി. കുതിരകളുടെ ശബ്ദവും കേൾക്കാതായി. രാജാവിന് പഴയ പരിചാരകനോടും ആ പണ്ഡിതനോടും നന്ദി തോന്നി. ആ വാക്കുകൾ മാന്ത്രികമായിരുന്നു. സന്ദേശം എഴുതിയ കടലാസ് കഷണം മോതിരത്തിനുള്ളിൽ തിരികെ വെച്ച് അദ്ദേഹം തൻ്റെ രാജ്യത്തേക്ക് മടങ്ങി. അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവ് രാജ്യത്ത് വിജയാഹ്ലാദം ഉണ്ടാക്കി. വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിനും അതിരില്ലായിരുന്നു. അപ്പോൾ പഴയ പരിചാരകൻ അടുത്തെത്തി അദ്ദേഹത്തോട് പറഞ്ഞു, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ സന്ദേശം ഒരിക്കൽ കൂടി നോക്കേണ്ട സന്ദർഭമാണിത്. രാജാവ് അത്ഭുതപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. ജനങ്ങൾ ആഘോഷിക്കുന്നു. ഞാൻ നിരാശനോ മറ്റൊരു വഴിയും മുന്നിലില്ലാത്ത സ്ഥിതിയിലോ അല്ല. പിന്നെന്തിനാ സന്ദേശം വീണ്ടും നോക്കണം? പരിചാരകൻ പറഞ്ഞു, ശ്രദ്ധിക്കൂ രാജാവേ, ഈ സന്ദേശം മോശം സമയത്തും നല്ല സമയത്തും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. രാജാവ് വീണ്ടും ആ സന്ദേശം തുറന്നു വായിച്ചു. ഇതും കടന്നു പോകും. രാജാവ് മുൻപ് സംഭവിച്ചതുപോലെ തന്നെ നിശബ്ദത ഉടലെടുത്തു. വിജയാഘോഷം നടക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അഹന്തയില്ലാതായി. സന്ദേശത്തിൻ്റെ യഥാർത്ഥ അർത്ഥം രാജാവിന് മനസ്സിലായി. അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി. നമ്മുടെ ബാഹ്യ സാഹചര്യങ്ങൾ സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ആന്തരിക സാഹചര്യങ്ങളും അതുപോലെ തന്നെയാണ്. ആകാശത്തിലെ മേഘങ്ങളെ പോലെയാണ് നമ്മുടെ എല്ലാ ചിന്തകളും വികാരങ്ങളും. സ്ഥിരമായി വന്നും പോയുമിരിക്കും. ബുദ്ധമതക്കാർ ഈ പ്രതിഭാസത്തെ അനിച്ച എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എല്ലാം അസ്ഥിരമാണെന്നും ശാശ്വതമല്ലെന്നുമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇക്കാര്യം നമ്മുടെ മനസ്സിൽ വെക്കുന്നതിലൂടെ വെല്ലുവിളികളുടെ കാലത്ത് ആശ്വാസം പകരും. അതുപോലെ ജീവിതത്തിലെ ക്ഷണികവും മനോഹരവുമായ നിമിഷങ്ങളെ വിലമതിക്കാനും ആസ്വദിക്കുവാനും നമുക്ക് കഴിയും.